ശാരദാമ്മയ്ക്കൊരു മകനാണ് നിരഞ്ജൻ. ആ മകന് 3 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ് ഭർത്താവ് മരിച്ചുപോയത്. പിന്നീട് ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് ആ മകനെ വളർത്തി വലുതാക്കിയ ജോലിയുമായി. എന്നിട്ട് ഹാളിലെ സെറ്റിലിരുന്ന് പറയുകയായിരുന്ന വീണയുടെ മുഖത്തേക്ക് നോക്കി ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ട് മുന്നോട്ടെന്ന് ആഞ്ഞിരുന്നു നിരഞ്ജൻ. എന്നിട്ടെന്താ, കൂടെ ജോലി ചെയ്യുന്ന പെണ്ണിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അതോടെ അമ്മ പുള്ളിക്കാരന് ബാധ്യതയായി. ഇതൊന്നും അമ്മ പറഞ്ഞു തരാം, എനിക്ക് ആളെ കൊണ്ട് തന്ന ലിസി ചേച്ചി പറഞ്ഞതാണ്. ലിസി ചേച്ചിയോ? അതാരാ? നിരഞ്ജൻ തിരക്കി. ചേച്ചി, ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റൽ നേഴ്സാണ്. ചേച്ചിയുടെ മോളുടെ കുട്ടിയെ നോക്കാൻ 3 വർഷത്തോളം അമ്മ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ എനിക്കിപ്പം കൂടിയിട്ട് 2 വർഷമാകുന്നു. ഞാൻ അമ്മയെ ഞങ്ങൾക്കൊപ്പം കൂട്ടാമെന്ന് തന്നെയാണ് കരുതിയത്. പിന്നെ നിരഞ്ജൻ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് ഇങ്ങോട്ട് വിട്ടതാണ്. അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചൊന്ന് പറയണേ നിരഞ്ജ. ഇവിടെ നിന്ന് ഇനി മറ്റൊരിടത്തും ഞാൻ അമ്മയെ വിട്ടില്ല. വിനയ് ഒരു ചിരിയോടെ പറഞ്ഞു. വിനയ് പറഞ്ഞു കിട്ടുന്ന നിരഞ്ജൻ അടുക്കളയിലേക്ക് എത്തിച്ച് നോക്കിയിട്ട് മോളി, നമ്മളൊന്നും പറയണ്ട, അമ്മ എല്ലാം അറിഞ്ഞ് ചെയ്തോളും. നമുക്ക് എന്താ ഇഷ്ടം, ഇഷ്ടക്കേട് എന്നൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തോളും. അതുപോലെ നല്ല വൃത്തിയും വെടുപ്പൊക്കെയാണ്. വിനയ് പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് കനിയും പറഞ്ഞു. 3 പേർക്കും കാപ്പിയാണ് കേട്ടോ മക്കളെ എടുത്തത്. നിരഞ്ജൻ മോൻ കാപ്പി കുടിക്കോ, ഇല്ലെങ്കിൽ അമ്മ ചായ ഉണ്ടാക്കി തരാം. മുഖം നിറയെ ചിരിയുമായി 3 ആൾക്കുള്ള കാപ്പി കപ്പുകൾ വെച്ച് ട്രെയിൻ പിടിച്ചു വന്ന ശാരദാമ്മ പറഞ്ഞു. ഞാൻ കോഫിയും കുടിക്കും, അമ്മയ്ക്കെടുത്തില്ലേ? കപ്പ് കയ്യിലെടുക്കുമ്പോൾ നിരഞ്ജൻ തിരക്കി. എനിക്ക് രാവിലെയും വൈകിട്ടും ഓരോ ചായ മാത്രമേ പതിവുള്ളൂ മോനെ. ചിരി നിറഞ്ഞ മുഖത്തോടെ അവർ പറഞ്ഞു. ഇവിടെ വേറെ സാധനങ്ങളൊന്നും ഇരിപ്പില്ല അമ്മ, ഇന്ന് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എഴുതി തന്നാൽ ഞാൻ വൈകിട്ട് വാങ്ങിക്കൊണ്ട് വരാം. നാളെ മുതൽ നമുക്കിവിടെ ആഹാരം ഉണ്ടാക്കാം. കാപ്പി മൊത്തി കുടിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. എല്ലാം കുഞ്ഞിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ പറഞ്ഞുകൊണ്ട് അവർ കുടിച്ച കപ്പുകൾ എടുത്ത് അകത്തേക്ക് പോയി. അമ്മേ, ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ എൻ്റെ കുഞ്ഞ് കൊണ്ടുവരും കേട്ടോ. അതുവരെ അമ്മ TV ഒക്കെ കണ്ടിരിക്കുക. ഷോപ്പിലേക്ക് പോകാൻ റെഡിയായി വന്ന നിരഞ്ജൻ പറഞ്ഞു. ശാരദാമ്മ മേലെ തലയാട്ടി. അമ്മ ഇവിടെ ഇപ്പം 2 ദിവസം മുൻപ് അങ്ങ് പോന്നേക്കണം. ഇവിടെ നിരഞ്ജൻ തനിച്ചായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ അമ്മയെ കൂടെ അങ്ങ് കൊണ്ടുപോകുമായിരുന്നു. ശാരദാമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിനയ് പറഞ്ഞു. പോയിട്ട് വരാം അമ്മ. വിനയും കനിയും ഒരുപോലെ ചെറുചീരിയോടെ അവരോട് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാനിറങ്ങി. അവർക്കൊപ്പം തന്നെ ശാരദാമ്മയെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി നിരഞ്ജനും ഷോപ്പിലേക്ക് ഇറങ്ങി. മാംഗല്യത്തിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുവാണ് നിവിയും രാധികയും വേദയും അഞ്ജുവും. ശാരദയ്ക്കൊപ്പം അവിടെയായിരുന്നു ഉച്ചയൂണ് കഴിക്കാൻ. എല്ലാം പെറുക്കി കെട്ടി പോവുകയാണ് 4 ആളും കൂടെ. നിരഞ്ജനുള്ള ഊണ് രാവിലെ ആര്യ പോയപ്പോൾ അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. ഒന്ന് വേഗം വാ എൻ്റെ അഞ്ജു, എനിക്ക് അമ്മയെ കാണാൻ അങ്ങ് ധൃതിയായി. ഞങ്ങൾ 3 ഇവിടെ ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഈ പെണ്ണത് ഇത് എന്ത് ചെയ്യുവാണോ? ഞാൻ റെഡി. നിവി ഒച്ച വെച്ചതും മുറിയിൽ നിന്നും ഓടിയിറങ്ങി വന്നുകൊണ്ട് അഞ്ജു പറഞ്ഞു. എന്തൊരു താമസമാണ് അഞ്ജു നിനക്ക്, നേരെ ഒരുപാടായി. ഇനി ഓരോന്നും പറഞ്ഞു നിൽക്കാതെ വേഗം വരാൻ നോക്ക്. ചോറും കറികളുമൊക്കെ പൊതിഞ്ഞെടുത്ത് വെച്ചിരുന്ന ബിഗ് ഷോപ്പർ കയ്യിലെടുത്ത് വീടിന് പുറത്തേക്ക് നടന്നുകൊണ്ട് രാധിക പറഞ്ഞു. വീടും പൂട്ടി 4 ആളും കൂടെ മാംഗല്യത്തിലേക്ക് വെച്ച് പിടിച്ചു. അമ്മായിൻ്റെ വീട്ടിൽ പുതിയതായി വന്ന അമ്മമ്മ പാവമായിരിക്കോ മാമേ? അഞ്ജുവിൻ്റെയും നിവിയുടെയും കൈവിരൽ തുമ്പിൽ പിടിച്ച് വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ രഹസ്യമായി തിരക്കി വീഴും. അതിപ്പോൾ ആ അമ്മമ്മയെ നമ്മൾ കാണുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടുട്ടി നല്ലോണം നോക്കി കണ്ടുപഠിക്കണം. പാവമാണോ കുറുമ്പത്തിയാണോ എന്ന്. കോളിംഗ് ബില്ലടിച്ച് കാത്തു നിൽക്കുമ്പോൾ ചിരിയോടെ പറഞ്ഞു നിവി. കുഞ്ഞേ. വാതിൽ തുറന്നതും മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന നിവിയെ കാണാൻ വിടർന്ന കണ്ണുകളുടെ സ്വതവയുള്ള നിറഞ്ഞ പുഞ്ചിരിയുടെ ശാരദമ്മ മെല്ലെ പറഞ്ഞു. എന്നെ എങ്ങനെ അറിയാം അമ്മയ്ക്ക്? വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ആകാംക്ഷയോടെ ചോദിച്ചു നിവി. രാവിലെ നിരഞ്ജൻമൻ പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് കുഞ്ഞ് വരുമെന്ന്. പിന്നെ ആ ഫോട്ടോയും കണ്ടിരുന്നല്ലോ, അതുകൊണ്ട് കുഞ്ഞിയെ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി. നിവിയുടെ മുഖത്ത് തന്നെ നോക്കി നിന്നുകൊണ്ട് അവർ പറഞ്ഞു. അമ്മ, ഇത് അഞ്ജു, എൻ്റെ നാത്തൂനാണ്. ഇത് എൻ്റെ രാധികാൻ്റി, പിന്നെ വേദൂട്ടി ആര്യ ചേച്ചിയുടെ മോളാണ്. അവർ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു നിവി. ഞാൻ വിനയമോൻ്റെ കൂടി കാലം തൊട്ട് മോൻ പറഞ്ഞ് കേൾക്കുന്ന ആളുകളാണ്. അഭിജിത്ത്, അഞ്ജു, രാധിക, ആര്യ, പിന്നെ ഈ വേദമോൾ, പിന്നൊരു പ്രവീൺ, സച്ചി. ഇപ്പോൾ കുറച്ച് മാസമായി നിവിയും നിരഞ്ജനും കൂടെ ഉണ്ട്. ചിരിയോടെ തന്നെ വേദുവിൻ്റെ കവളിലൊന്ന് തൊട്ടുകൊണ്ട് അവർ പറഞ്ഞതും പെണ്ണ് നാണത്തോടെ ഒന്ന് ചിരിച്ചു. അപ്പോൾ എൻ്റെ ചേട്ടൻ അമ്മയെ കണ്ടിട്ടുണ്ടോ? അഞ്ജു ആകാംക്ഷയോടെ തിരക്കി. കാണാൻ വഴിയില്ല മോളെ, വിനയമോൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. വർത്തമാനം പറഞ്ഞെന്ന് സമയം കളയേണ്ട ചേച്ചി, ഞങ്ങൾ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശാരദാമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രാധിക പറഞ്ഞു. ബുദ്ധിമുട്ടായല്ലേ, ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു വിഷമത്തോടെ അവർ പറഞ്ഞു. എൻ്റെ ചേച്ചി, എന്ത് ബുദ്ധിമുട്ട്? ചേച്ചിക്കുള്ള ചോറ് എടുത്തു വെച്ചപ്പോൾ പിള്ളേർക്ക് നിർബന്ധം ഇവിടെ വന്ന് ചേച്ചിക്കൊപ്പം കഴിക്കാന്ന്. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഉള്ളത് ഞാനിങ്ങ് പൊതി കെട്ടിയെടുത്തു, അത്രയേ ഉള്ളൂ. സന്തോഷത്തോടെ പറഞ്ഞിട്ട് ബാഗിലിരുന്ന പൊതികളെടുത്ത് പുറത്തേക്ക് വെച്ചു രാധിക. കഥയും കാര്യവും പറഞ്ഞ് അന്ന് ആ ഉച്ചയൂണ് ഒരുമിച്ച് കഴിക്കുമ്പോൾ കുഞ്ഞുവേദം മുതൽ രാധിക വരെ ശാരദമ്മയെ നെഞ്ചിലേറ്റിയിരുന്നു.
അന്ന് വൈകിട്ട് കടുത്ത തലവേദനയോടെ ജോലി കഴിഞ്ഞ് മുറ്റത്തെത്തുമ്പോഴേ കേൾക്കാം വീടിനുള്ളിൽ വല്ലാത്ത ഒച്ചയിലെ ചിരിയും കളിയും ബഹളവുമൊക്കെ. ബൈക്ക് ഒതുക്കി വെച്ച് പല്ല് കടിച്ച് പിടിച്ചുകൊണ്ടാണ് അഭി അകത്തേക്ക് കയറി വന്നത്. എന്താടി, എന്താ ഇവിടെ? മൂന്നിൻ്റെയും ഒച്ച അങ്ങ് റോഡിൽ കേൾക്കാം. പതിയെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക്. അവിടെ ശബ്ദമൊന്ന് ഉറക്കിയായതും ഹാളിലിരുന്ന് തല്ല് പിടിച്ച് ബഹളം വെച്ചുകൊണ്ടിരുന്ന മൂന്നും പിടിച്ചു കെട്ടിയതുപോലെ നിശബ്ദരായി. എന്താടാ, എന്തിന് പിള്ളേരോട് ഒച്ചയെടുക്കുന്നേ? മനുഷ്യൻ ജോലി ചെയ്ത് തലവേദനിച്ചാണ് കയറി വരുന്നത്. അപ്പോൾ ഒരു സമാധാനം തരരുത്. ആ വളവിലെത്തിയപ്പോൾ കേൾക്കാം ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളവും. മൂന്നിനെയും നോക്കി പേടിപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി അഭി. അയ്യോ അമ്മ, ഏട്ടന് വീണ്ടും ആ പഴയ ഭൂതം പിടിച്ചെന്ന് തോന്നണേ. കുറച്ച് ദിവസമായിട്ട് ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ എന്തു പറ്റിയാവോ? അഭി മുറിയിലേക്ക് പോയതും അടുക്കള വാതിൽക്കുന്ന രാധികയുടെ മുഖം ചുളിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. മാമ നിങ്ങൾ ദേഷ്യപ്പെടും അമ്മ. അഭിയുടെ ദേഷ്യമൊന്നും ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്തതിനാൽ ചെറിയൊരു പേരുടെ വേദു ആര്യോട് ചേർന്ന് നിന്നും ഒന്നുമില്ലെന്ന പോലെ കണ്ണെന്ന് ചിമ്മിക്കണ്ട ആര്യ വേദുവിനെ ചേർത്ത് പിടിച്ചു. എന്നാൽ നിവി ആവട്ടെ ഒന്നും മിണ്ടതെ കണ്ണും ചുണ്ടും കുറിപ്പിച്ച് എല്ലാവരെയും വന്ന് നോക്കിയിട്ട് അഭിക്ക് പിന്നാലെ നേരെ മുറിയിലേക്ക് വെച്ച് പിടിച്ചു. ആ പെണ്ണിൻ്റെ എല്ലും പല്ലുവെങ്കിലും ആ കാലിനേട്ടൻ മിച്ചം വെക്കുവാവോ? നിവി മുറിക്കുള്ളിൽ കയറി പോകുന്നത് കാണാൻ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് അഞ്ചു സ്വയം പറഞ്ഞു. ഡി. അവളെ കാലിനേട്ടൻ നിന്ന വിളി കേട്ട് രാധിക കൈ ഓങ്ങിക്കൊണ്ട് അഞ്ചിൻ്റെ അടുത്തേക്ക് കയറി വന്നു. അയ്യോ അമ്മ, ഒന്നും ചെയ്യില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. പറയുന്നതിനൊപ്പം മുറിയിലേക്ക് ചാടിക്കയറി വാതിലടച്ചു അഞ്ചും. അവളുടെ ഓട്ടം കാണെ വേദു പൊട്ടിച്ചിരിച്ചു പോയി. ഏറെ നാളുകൾക്ക് ശേഷമുള്ള വേദുവിൻ്റെ മനസ്സ് നിറഞ്ഞുള്ള ആ ചിരി കാണേ ആര്യയുടെ ചുണ്ടുകളും മനോഹരമായി ഒന്ന് വിടർന്നു. ഞാനിത്തിരി കട്ടം വയ്ക്കാം, അവനിപ്പോൾ കുളിച്ചിട്ട് വരും. അമ്മയുടെയും മോളുടെയും മുഖത്ത് വിടർന്ന ചിരി കാണേ മനസ്സൊന്ന് തണുത്തെങ്കിലും അബിക്ക് എന്താണ് പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ടാണ് രാധിക അടുക്കളയിലേക്ക് പോയത്. എന്താ മൂന്നും കൂടെയുള്ള ബഹളം വെപ്പൊക്കെ കഴിഞ്ഞോ? ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നവൻ കൂർത്ത കണ്ണുകളുമായി ചുമരി ചായർ തന്നെ തറപ്പിച്ചു നോക്കി നിൽക്കുന്നവളോട് ചോദിച്ചു. ഈ ചെറിയൊരു കാര്യത്തിനാണോ ജിത്തിയോടെ ദേഷ്യപ്പെട്ടത്? അത്രയ്ക്ക് വലിയ ബഹളമൊന്നും ആയിരുന്നില്ലെന്ന്. ഇതിനു മുൻപ് ഇതുപോലെ ബഹളം വെച്ചപ്പോൾ ആ കൂടെ ജിത്തിവേട്ടനുണ്ടായിരുന്നു. ഇന്ന് ദേഷ്യം വന്ന കാര്യം ബഹളം വച്ചതല്ലെന്നൊക്കെ എനിക്ക് മനസ്സിലാകും. എന്താണെന്ന് ജിത്തിവേട്ടൻ തന്നെ തുറന്നു പറയണം. പതിവുള്ള ചിരിയോ കുറുമ്പോ നോട്ടമോ ഒന്നുമില്ലാതെ കനത്ത മുഖത്തോടെ നിവി പറഞ്ഞു. വേറെ എന്ത് കാര്യം? ഒന്നുമില്ല. നിവി ചെന്ന് എനിക്കൊരു കട്ടൻ എടുക്കാൻ നോക്ക്. അവളുടെ മുഖത്ത് കൂടുതൽ നോക്കാതെ നോട്ടം മാറ്റിക്കൊണ്ട് നേർത്തൊരു പതർച്ചയുടെ അഭി പറഞ്ഞു. ഇല്ലല്ലോ അല്ലേ? പിന്നീട് എന്തേലും കാര്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടെന്ന് ജിത്തുവേട്ടൻ മാറ്റി പറയരുത്. അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പറഞ്ഞിട്ട് അവൾ വെട്ടിത്തിരിഞ്ഞ് വാതിൽക്കിലേക്ക് പോയി. നിവി ഡി. അഭി വിളിച്ചിട്ട് നിൽക്കാതെ വാതിൽ തുറക്കാൻ നിന്നവളെ പിന്നിൽ നിന്നും വാരിയെടുത്തു അഭി. വിടെന്നെ. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. അടങ്ങി നിൽക്ക് നിവി, എന്തിനാ കിടന്ന് പിടയ്ക്കുന്നത്? അവളുടെ പിന്മേനി തൻ്റെ ദേഹത്ത് അമർന്ന് ഞെരിയുമ്പോൾ ഉണ്ടായൊരു ഒഴിച്ചോടിൽ അവൻ്റെ ശബ്ദമൊന്നിടറി. ദേഹമാകെ മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്ന പോലെ അഭി അവളെ തന്നിലേക്ക് ചേർത്ത് അമർത്തി. ജിത്തുവേട്ടൻ എന്നോട് കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. വേഗം പറഞ്ഞു, എന്തിനാ ദേഷ്യപ്പെട്ടത്? സത്യം തന്നെ പറയണം. അവളെ തലമുടിയിൽ മുഖമൊന്ന് അമർത്താൻ ആഞ്ഞവൻ പെണ്ണിൻ്റെ സംസാരത്തിൽ ഒരു നിമിഷം സ്വബോധത്തിലേക്ക് വന്നു. പിടിച്ചു വച്ച പിടി നിന്നിട്ടാണ് അവളെ ചോദ്യം. ഈശ്വര, ഒരു നിമിഷം വൈകിപ്പോയെങ്കിൽ മൊത്തത്തിൽ പിടി വിട്ടു പോയേനെ. ആലോചനയോടെ അവളിലുള്ള പിടി അയച്ചുകൊണ്ട് അവി തലയിന്ന് കുടഞ്ഞു. പറയേ, എന്താ പ്രശ്നം? നിവി അവൻ്റെ മുഖം തൻ്റെ മുഖത്തിന് നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു. നിവി, അതൊന്നുമില്ലടാ, ഞാൻ വെറുതെ എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയതാണ്. അവളോടത് പറയാൻ ആഗ്രഹിക്കാത്തതുപോലെ അഭി പറഞ്ഞു. അങ്ങനെയല്ല, എന്നോട് പറയാത്തതാണ് ജിത്തുവേട്ടൻ. പറഞ്ഞില്ലെങ്കിൽ എന്നോടിനി മിണ്ടാൻ വരരുത്. അവൻ്റെ കൈ തട്ടി മാറ്റി പറഞ്ഞിട്ട് നിവി അവനെ ഉറ്റുനോക്കി. നിവി, അതൊരു വലിയ കാര്യമൊന്നുമല്ല. മര്യാദയ്ക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഏട്ടനെ വിളിക്കും. എന്നിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടെ പോയി കളയും. അബിക്ക് മനസ്സ് തളരാൻ കുഞ്ഞൊരു കാര്യം മതിയെന്നും ചെറിയൊരു കാര്യം പോലും അവൻ അമ്മയോട് പോലും തുറന്നു പറയില്ല എന്നും മുൻപ് അഞ്ചു പറഞ്ഞ ഓർമ്മയിൽ നിവി കടുപ്പിച്ചു പറഞ്ഞു. അതിപ്പോൾ പോരട്ടെ. നിവി കൈ കെട്ടി അവന് മുന്നിൽ നിന്നും. അത് നിവി, നിനക്ക് ഞാൻ ചേരില്ലെന്ന്. പ്രായമായാലും പൈസയായാലും നിനക്ക് എന്നേക്കാളും നല്ലൊരു ബന്ധം കിട്ടുമായിരുന്നെന്ന് തന്നോട് വിമല പറഞ്ഞ കാര്യം അങ്ങനെ നിവിയോട് പറയണമെന്ന് അബിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ചിത്തിയോടൻ ചേരില്ലെന്ന് ആരാണ് പറഞ്ഞത്? വിമലയാണോ? അതോ അയാൾ ആ മനുവോ? എന്തായാലും അവർ പറഞ്ഞത് ജിത്തിയോടനും തോന്നിയോ? ചോദിക്കുമ്പോൾ ഒരുത്തിയുടെ മുഖം ഇരുണ്ടു പോയിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലടാ, അവരെന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി പറഞ്ഞപ്പോൾ എനിക്കെന്തോ. അവളുടെ ഇരുണ്ട മുഖം കാണി അഭി വല്ലായ്മയുടെ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. വേണ്ട, തൊടണ്ട. അവർ പറഞ്ഞു കേട്ടും മിണ്ടാതെ വന്നിട്ട് എന്നോടുള്ള ഇഷ്ടക്കേട് എല്ലാവരോടും കാണിച്ചു. പിന്നിലേക്ക് നീങ്ങി നിന്ന് പറയുമ്പോൾ നിവിക്ക് വല്ലാതെ ദേഷ്യം വന്നിരുന്നു, സങ്കടം വന്നിരുന്നു. നിവി, അങ്ങനെയല്ല. അവരോട് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിന്നോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമല്ല. എനിക്ക് എൻ്റെ നിവി ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടം കൂടുതലാണ്. അഭി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
എങ്ങനെയല്ല എങ്ങനെയല്ലെന്ന് അവർ പറഞ്ഞത് ശരിയാണ്, ചേരില്ല. അത് പക്ഷേ എനിക്ക് ജിത്തുവേട്ടൻ ചേരില്ലെന്നല്ല, അവരുടെ മോൻ്റെ പ്രേമ നാടകത്തിൽ വീണുപോയ ഞാൻ ജിത്തുവേട്ടന് ചേരില്ലെന്നാണ് വിങ്ങി പൊട്ടിക്കൊണ്ടാണ് നിവി പറഞ്ഞത്. എടി എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിവൊടി? അസ്വസ്ഥതയോടെ ചോദിച്ചുകൊണ്ട് അബി അവളെ വലിച്ച നെഞ്ചിലേക്ക് ചേർത്തു. ആരെന്തു പറഞ്ഞാലും ഈ അഫിക്ക് നിവിക്ക് അബി മാത്രമേ ചേരുള്ളൂ. അത് ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും. അന്ന് നീയല്ലേ വലിയ വയൽ ആ മനുവിനോട് പറഞ്ഞത്? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്. അവളെ തന്നെ നെഞ്ചിലേക്ക് തന്നെ അമർത്തി പിടിച്ച് പറഞ്ഞിട്ട് ആ തൂന്നെറ്റിയിൽ ചുണ്ടമർത്തി വെച്ചു. നിവി ഇരു കൈകൾ കൊണ്ടും അവനെ തിരികെ പുണർന്നു നിന്നു. അന്ന് രാത്രി നിരഞ്ജനെത്തുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ പലചരക്കും പച്ചക്കറിയും ചിക്കനും മീനും പാലും മാവും ഉൾപ്പെടെ എല്ലാം വാങ്ങിക്കൊണ്ടു വന്നിരുന്നു. കാറിൽ നിന്നും എടുത്ത് പുറത്തേക്ക് വെച്ച സാധനങ്ങളെടുത്ത് അടുക്കളയിൽ എത്തിക്കാൻ അവനോടൊപ്പം തന്നെ ശാരദാമ്മയും ഉണ്ടായിരുന്നു. മോൻ വരാൻ താമസിച്ചപ്പോൾ ഞാൻ വിളിക്കാൻ തുടങ്ങിയതാണ്. സാധനങ്ങളൊക്കെ പെറുക്കി വയ്ക്കിനിടയിൽ ശാരദാമ്മ പറഞ്ഞു, നമ്പർക്ക് ഞാൻ തരാം, അമ്മയ്ക്ക് എപ്പോൾ എന്താവശ്യത്തിനും എന്നെ വിളിക്കുകയും ചെയ്യാം. നിരഞ്ജൻ പറഞ്ഞു കേട്ട് അവരെന്ന് മോളി, ഇത് നമുക്ക് രാത്രി കഴിക്കാനുള്ളതാണ് അമ്മേ, ഞാൻ കുളിച്ചിട്ട് ഇപ്പം വരാം കേട്ടോ. മറ്റൊരു കവറെടുത്ത് അവരെ ഏൽപ്പിച്ചുകൊണ്ട് പുഞ്ചിച്ചോടെ നിരഞ്ജൻ പറഞ്ഞു, ചായ എടുക്കണോ മോനെ? വേണ്ട, ചൂടുവെള്ളം മതി പറഞ്ഞിട്ട് മുറിയിലേക്ക് കയറി പോകുമ്പോൾ രാത്രി വീട്ടിലെത്തുമ്പോൾ കാത്തിരിക്കാനും കാണാതെ ഇരുന്നാൽ എവിടെയാണ് മോനെന്ന് വിളിച്ച് അന്വേഷിക്കാനും തനിക്ക് ഒരമ്മയുണ്ടെന്ന തോന്നൽ നിരഞ്ജൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അബിയുടെ കൈകളിൽ ഒതുങ്ങുന്ന നിവി മെല്ലെ മുഖമുയർത്തി അവനെ നിന്ന് നോക്കി. എന്താ നോക്കുന്നത്? അവളുടെ മൂക്കിൻ തുമ്പിൽ മൃദുവായി ചുണ്ട് ചേർത്തുകൊണ്ട് അബി ചോദിച്ചു. ദേഷ്യമൊക്കെ മാറിയോ? കുഞ്ഞൊരു കെറുവോടെ ചുണ്ട് കുറപ്പിച്ചുകൊണ്ട് അവൾ തിരക്കി. അതിന് എനിക്ക് ദേഷ്യമൊന്നും അല്ലായിരുന്നു പറഞ്ഞിട്ട് അബി അവളുടെ എത്തുകൊടുത്ത കവളിൽ ചുണ്ടുകൾ മെല്ലെ ഒന്നുരസി. പിന്നെ നീവിയുടെ വിടർന്ന കണ്ണുകൾ അവൻ്റെ മുഖത്ത് തറഞ്ഞു നിന്നു. പ്രണയം, എനിക്ക് ഈ കുറുമ്പിയായ ഏട്ടൻ്റെ കുഞ്ഞോട് ദേഷ്യമില്ല, നല്ല അസ്ഥിക്ക് പിടിച്ച പ്രണയം. പറയുമ്പോഴുള്ള അവൻ്റെ നോട്ടവും ഭാവവും കാണി പൽദർച്ചയുടെ നിവി അബിയുടെ മുഖത്തെ നോട്ടം മാറ്റിക്കളഞ്ഞു. ഇതിലും മനോഹരമായി അബിക്ക് എങ്ങനെ അവൻ്റെ പ്രണയം നിവിയോട് പറയാൻ കഴിയും? നിവി, എന്നെ നോക്ക്. അവളുടെ മുഖം ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട് അബി പറഞ്ഞു. ഇല്ലെന്ന് മൂളിക്കൊണ്ട് പിടഞ്ഞു മറന്ന് നോക്കിയവളെ ഒരു കൈകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് മറു കൈകൊണ്ട് ആ മുഖം താഴ്ത്തുമ്പിൽ പിടിച്ചെന്നുയർത്തി അബി. അവൻ്റെ മുഖത്തും കണ്ണുകളിലും തെളിഞ്ഞു നിൽക്കുന്ന പ്രണയഭാവം താങ്ങാനാവാതെ കണ്ണ് മുറുക്കി അടച്ചു കളഞ്ഞു നിവി. കണ്ണ് തുറന്ന് എന്നെ നോക്കു നിവി. ഇല്ല, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ചിതുവേട്ടാ. നിവി തല വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ നോക്കാൻ പറ്റാത്തത്? ഏട്ടൻ്റെ കുഞ്ഞിക്ക് നാണാണോടി? അവളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ പോലെ ആ നെറുക്കിലെന്ന് മുകർന്ന് അവളിന്ന് മടർന്നു മാറുമ്പോൾ അവ കുറുമ്പോടെ തിരക്കി. നമുക്ക് പുറത്തേക്ക് പോകാൻ ചിതുവേട്ടാ, അവരൊക്കെ അവിടെ വിഷമിച്ചിരിപ്പുണ്ടാവും. അവരെ നോക്കാതെ മുഖം താഴ്ത്തിക്കൊണ്ട് നിവി പറഞ്ഞു. അവർക്കറിയാമെന്നെ, ഇപ്പോൾ ഏട്ടൻ്റെ കുഞ്ഞിക്ക് നല്ലോണം അറിയില്ലേ? അവളുടെ കവളിൽ മേലിൽ തട്ടിക്കൊണ്ട് അബി കുസൃതിച്ചിയോടെ ചോദിച്ചു. എനിക്കെങ്ങും അറിയില്ല, ഞാനേ പോവാ പറഞ്ഞിട്ട് പെണ്ണോടി വാതിൽക്കൽ എത്തി നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. ഇവിടുന്ന് ഇങ്ങോട്ടും അനങ്ങാതെ ആ നിൽപ്പിൽ നിന്ന് തന്നെ നോക്കി കണ്ണുകൾ കൊണ്ട് പോലും പുഞ്ചിരിക്കുന്നവനെ ഒന്നുകൂടെ നോക്കാനാവാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ ചോര ഇരച്ചു കയറി നിവിടെ മുഖമാകെ ചുവന്നു പോയിരുന്നു. അവൾക്ക് പിന്നാലെ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖത്തെ ചിരി മാറിയവിടെ ഗൗരവം നിറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വേണുവേട്ടാ? ലക്ഷ്മിക്കെതിരെ ആക്സിഡൻറ്റ് കേസിൽ അന്വേഷണം തുടങ്ങിയെന്ന് വിവേക് പറഞ്ഞതറിഞ്ഞതോടെ അവർ ഭയത്തോടെ അയാളോട് തിരക്കി. എന്ത് ചെയ്യാൻ? ഈ നാണക്കേട് സഹിച്ച് ജീവിക്കാനാണ് ഈ വയസ്സാങ്കാലത്ത് നമ്മുടെ യോഗമെന്ന് കരുതാം. ഇനി ഇവിടെ ഒരു വിളി കേട്ടാൽ പോലും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു കയറില്ല. എന്തൊക്കെ സ്വപ്നങ്ങളോടെ വളർത്തിയ മക്കളാണ്. രണ്ടാളും ഒരിടത്തും എത്തിയില്ല എന്നതോ പോട്ടെ, ആറ്റുനോറ്റ് വളർത്തിയ ഒരുത്തി ഇപ്പോൾ ഒന്നാന്തരം ക്രിമിനൽ കൂടെയായി. അയാൾ വേദനയോടെ പറഞ്ഞു. കേസ് പിൻവലിക്കാൻ രഞ്ജുവിനോടൊന്ന് പറഞ്ഞു നോക്കിയല്ലോ വേണുവേട്ട. അല്പം പേരോടെ തന്നെയാണ് അവരത് ചോദിച്ചത്. വേണ്ട, ഈ വയസ്സാകാലത്ത് ആരുടെയും കാല് പിടിക്കാൻ എനിക്ക് വയ്യ. അല്ലെങ്കിലും എന്തു പറഞ്ഞാണ് ഞാൻ അവൻ്റെ മുന്നിൽ ചെന്നത്? എല്ലാം നഷ്ടപ്പെട്ട് അവൻ ഒറ്റപ്പെട്ടപ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും അവന് നമ്മൾ സമാധാനിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അവൻ്റെ മുന്നിൽ ചെന്ന് എങ്ങനെ നിൽക്കാൻ എനിക്ക് കഴിയും? അതും അവൻ്റെ അച്ഛനെയും അമ്മയും കൊന്നവൾക്ക് വേണ്ടി. അയാൾ കസാരയിലേക്ക് ചാഞ്ഞു കിടന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നവളെ പോലീസ് കൊണ്ടുപോയിക്കോട്ടെ എന്നാണോ വേണുവേട്ടൻ നിങ്ങൾ പറയുന്നത്? അവർ പകപ്പോടെ ചോദിച്ചുകൊണ്ട് നിസ്സംഗതയോടെ ഇരിക്കുന്ന അയാളെ നോക്കി. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെറിയ തെറ്റൊന്നുമല്ല ആ മോള് ചെയ്തത്. ആരുടെ കാല് പിടിച്ചിട്ടായാലും രക്ഷപ്പെടില്ല. ലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ മുഖത്ത് തെളിയുന്ന വെറുപ്പ് കാണേ പിന്നൊന്നും ചോദിക്കാനോ പറയാനോ കഴിയാതെ മാലതി നിശബ്ദയായി. എന്നാൽ അകത്തെ മുറി ഇതൊക്കെ കേട്ട് കിടന്നവളിൽ ഇവിടുന്നൊന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാമെന്ന ചിന്ത മാത്രമായിരുന്നു. അല്ല, ചെയ്തു പോയ കാര്യങ്ങളിൽ തരിമ്പ് കുറ്റബോധം ഉണ്ടായിരുന്നില്ല.